ഹായ് ഫ്രണ്ട്സ്, വളരെയധികം പോഷക ഗുണങ്ങളുള്ളതും ആരും അധികം ഗൗനിക്കാത്തതുമായ ഈ മുട്ടപ്പഴത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. മുട്ടപ്പഴത്തിൽ ധാരാളം ബീറ്റ കരോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മുടിയുടെ വളർച്ചയ്ക്ക് മുട്ടപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. മുട്ടപ്പഴം സ്ഥിരമായി കഴിച്ചാൽ പ്രമേഹം നിയന്ത്രിക്കാം. ഇതിൽ നാരുകൾ അധികമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് മലബന്ധം ഒഴിവാക്കാൻ ഈ പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ രോഗപ്രതിരോധ ശേഷിക്ക് വളരെ നല്ലതാണ്. ഈ മുട്ടപ്പഴത്തിന് എഗ് ഫ്രൂട്ട് എന്നും വിളിക്കുന്നുണ്ട്. മറ്റുള്ള പഴങ്ങളെ പോലെ തന്നെ ഗുണങ്ങളുള്ളതാണ് ഈ മുട്ടപ്പഴവും. ഈ പഴത്തിൻ്റെ കുരു ഉപയോഗിച്ചിട്ട് തൈ ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മുടെ വീടുകളിലൊക്കെ നട്ടു വളർത്തുന്നത് വളരെ നല്ലതാണ്. ഈ ഫ്രൂട്ടിനെ ഞങ്ങൾ വെണ്ണപ്പഴം എന്നും കൂടിയും പറയാറുണ്ട്. ഈ ഫ്രൂട്ട് ഉപയോഗിച്ച് നമുക്കൊരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കാം. മിൽക്ക് ഷേക്ക് തയ്യാറാക്കാൻ നമുക്ക് ഈ ഫ്രൂട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിലെ പൾപ്പ് എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഈ ഫ്രൂട്ടിനുള്ളിലുള്ള ഈ കുരു എടുത്ത് നമുക്ക് തൈയാക്കി വളർത്തിയെടുക്കാം. ഒരു മുട്ടപ്പഴത്തിൻ്റെ പൾപ്പ് എടുത്തിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. അതിലേക്ക് ചില്ല് ചെയ്ത് തണുപ്പിച്ച ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. ഇതിൽ ഞാൻ 2 സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി മധുരം ആവശ്യമുള്ളവർക്ക് മധുരം കൂട്ടി കൊടുക്കുക. ഇതിന് ഞാനൊരു ഐസ്ക്രീമിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടൊരു 1/4 സ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് അടിച്ചു കൊണ്ടുവരാം. വളരെ രുചികരമായ മിൽക്ക് ഷേക്ക് തയ്യാറായി.